കറക്റ്റ് ഒരു ക്ലയന്റ് വീട് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ് എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പ്രാഥമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെജോറിറ്റി നമ്മൾ നോക്കുക, അതിപ്പോൾ ഒരു ക്ലയന്റ് നമ്മോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളായിട്ട് ക്ലയന്റ് വർക്ക് കമ്മിറ്റ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റിൽ ഇനീഷ്യലായിട്ട് അതിൻ്റെ സൈറ്റ് മെഷർമെൻറ്റ് ചോദിക്കും. ആ ലേഔട്ട് പ്ലാൻ നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ സർവേ ടീമിനെ കൊണ്ട് ലേഔട്ട് പ്ലാൻ എടുപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ചെറിയ ലെവൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടൂർ എടുപ്പിച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പണി. ആദ്യം ഇനീഷ്യൽ സൈറ്റ് വിസിറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് സൈറ്റ് മെഷർമെന്റ് ആണ്. അപ്പൊ നമ്മളെ കൊട്ടേഷൻ പ്രപ്പോസലൊക്കെ നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റേജ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ സൈറ്റ് വിസിറ്റ് ചെയ്യും, ക്ലയന്റിനെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഈ ഒരു സ്കെച്ച് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതെന്താ വെച്ചാൽ നമുക്കിപ്പോ ഇപ്പൊ നമ്മളടുത്ത് ഒരുപാട് ചെയ്ത പ്ലാനുകൾ ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ ക്ലയന്റിന് കൊടുക്കാം, അവരെ സംബന്ധിച്ച് അത് അറിയാൻ പോണില്ല. പക്ഷെ നമുക്ക് നമ്മളൊരു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ചെയ്തൊരു പ്ലാന് വേറൊരു ക്ലയന്റിന് കൊടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് നമ്മളോട് യുണീക്ക് ആയി നിൽക്കണം. അതെ, കാരണം അവരൊരു വലിയൊരു സ്വപ്നമാണ് നമ്മളെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. ക്ലയന്റിനെ സംബന്ധിച്ച് അവർ ബോധേടാവില്ല, കാരണം അവർക്ക് ഇത് പുതിയതായിരിക്കും, ഫ്രഷ് ആയിരിക്കും, അറിയില്ല. കാരണം എക്സ്റ്റീരിയർ മാത്രമാണ് അതിന്റെ ഒരു മാറ്റം വരിക. നമ്മളിപ്പോ പ്ലാനുകളെ കുറിച്ച് ആരും ചിന്തിക്കൂല, ഫസ്റ്റിൽ തന്നെ എക്സ്റ്റീരിയറിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഇതെങ്ങനെ ഉണ്ടാവും വീട് വർക്ക് കഴിഞ്ഞാൽ എന്നല്ല, അതിന്റെ ഉള്ളിൽ എങ്ങനെ ഉപയോഗിക്കേണ്ട സൗകര്യങ്ങളോ അതൊന്നും ക്ലയന്റ് ബോധേഡല്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഇന്റീരിയർ പാർട്ടിൽ വരുമ്പോഴുള്ള ഒരു ഓറിയന്റേഷൻസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇപ്പോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ പല ആളുകൾക്കും അത് മനസ്സിലാവും.